ഹായ് ഓൾ അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണല്ലോ, തിങ്കളാഴ്ചയാണ്. ഇന്ന് സ്കൂളുണ്ടാവുമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അങ്ങനെ കളക്ടർ തീരുമാനിച്ചു തോന്നണു അല്ലേ, സ്കൂള് അവധി നൽകാമെന്ന്. അപ്പം അങ്ങനെ ഇന്ന് അവധിയാണ്. മദ്രസ ഉണ്ട് കേട്ടോ, മദ്രസക്ക് ആഷിമോന് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ഓട്ടടയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓട്ടടയും മീൻകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഉച്ചക്കും രാവിലേക്കും കൂടി മീൻകറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ മീൻകറി ഉണ്ടാക്കണം. ഓട്ടട അതാ ഇവിടെ നല്ല അടിപൊളി ഓട്ടട കേട്ടോ. നല്ല ചായയുടെ കൂടെ ഒക്കെ ഒറ്റയ്ക്ക് കഴിക്കാൻ പറ്റിയ ഓട്ടട കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ മീൻകറിയും തേങ്ങ അരച്ച് കാണാൻ ഇട്ടെന്ന് വെക്കുന്നത്. അപ്പോൾ ഉച്ചക്കും രാവിലേക്കും കൂടി അങ്ങനെ ആക്കി വെച്ചാൽ പിന്നൊരു ഒറ്റ പണി മതിയല്ലോ. അപ്പോൾ അത് വിചാരിച്ചുകൊണ്ട് അങ്ങനെ രാവിലെ രണ്ട് വെച്ചതാണ് കേട്ടോ, ഉച്ചക്കുള്ളതും കൂടെ. അപ്പം അങ്ങനെ ഓട്ടടിക്ക് മീൻകറിയൊക്കെ നല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ മീൻകറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഓട്ടട ലാസ്റ്റ് ഘട്ടത്തിലായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കഴിഞ്ഞാൽ ചോറ് വെക്കണം. പിന്നെ പയറുപ്പേരി ഉണ്ടാക്കണം, പപ്പടം പൊരിക്കണം, മീൻ പൊരിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട് കിടക്കണം. അപ്പം വീട്ടമ്മമാർക്ക് പിന്നെ ജോലിക്കൊരു കുറവുമില്ല കേട്ടോ. ലീവും ഇല്ല, ഫുട്ബോള് ഒന്നുമില്ല. വൈകി കിടന്നാലും നേരത്തെ കിടന്നാലും ആ സമയത്ത് നമുക്ക് എണീക്കണം, അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കിക്കണം. ഫുട്ബോളൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങാവും മറ്റവരൊക്കെ, എല്ലാവരും കിടന്നുറങ്ങാവും. അവർക്ക് എണീറ്റ് വന്നേക്കാൻ എന്താമ്മ ചായ, എന്താമ്മ ചോറ് എന്ന് പറഞ്ഞാണ്ട് വരാനല്ലേ പറ്റൂ. അപ്പോൾ അവർ എണീക്കണതിൻ്റെ മുന്നേ നമ്മളെ ജോലികളൊക്കെ തീർത്ത് ഒരു ഭാഗത്തിരിക്കാമെന്ന് വിചാരിച്ച് നമ്മളെ ജോലികളൊക്കെ തീർക്കാണ്ട് കിടന്നുറങ്ങണവർ ഉറങ്ങട്ടെ. ഇന്ന് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല കിടന്നുറങ്ങാനാണ്. ചെറിയൊരു മഴയും ഉണ്ട്, ചാറ്റിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഏതായാലും അതൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ കൂട്ടാനൊക്കെ ആയി, കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മക്കൾക്ക് ചോറ് കൊടുക്കാണ്ട്. ഇന്ന് സ്കൂളില്ലല്ലോ. അപ്പോൾ അവർ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ചോറ് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം. രണ്ടാൾക്കും കൂടി വേറെ വേറെ വെച്ച് കൊടുത്താൽ ആണ്ടും ഇങ്ങോട്ടും അടി പിടിയേക്കാരം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് ഇഷ്ടമില്ലാത്ത ആണ്ടിടും ഇങ്ങോട്ടിടും. അപ്പോൾ അതുകൊണ്ട് പിടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ടാക്കൊണ്ട് വാരി കൊടുത്താൽ എന്നാൽ പിന്നെ വൃത്തികേടാവില്ല. അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതല്ലേ, നമുക്ക് പണിയാവില്ല. എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ പോകാൻ വിചാരിച്ചിട്ട് നിൽക്കണം കേട്ടോ. കുളി കഴിഞ്ഞിട്ട് വേണം ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ. ചെടികളും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാണ്ട് പുല്ലും ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം. നമ്മളെ മക്കളെ പോലെ തന്നെ അല്ല ചെടികളും, അപ്പോൾ അതും വേണം ഒന്ന് കെയർ ചെയ്യുക. ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഓനും സ്കേറ്റിംഗ് ഷൂ ആയിട്ട് ഇറങ്ങി കേട്ടോ. ആഷിമോനെ ഇറങ്ങി, ഞാനും ഉണ്ട് ഇറങ്ങാണ്ട്. അപ്പോൾ അവർക്ക് ടി വിയും, ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അവർക്ക് ടി വിയും കാണണ്ട, ഒന്നും വേണ്ട. ഞാൻ അകത്താണെച്ചെങ്കിൽ ഞാൻ എന്തെങ്കിലും പണിയിലൊക്കെ ആണെച്ചെങ്കിൽ അവർക്ക് ടി വി കണ്ടെത്തിരിക്കും. ഞാൻ പുറത്തിറങ്ങിയാൽ പിന്നെ ഒപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ പണി നോക്കാം, പുറത്ത് കളിക്കും ചെയ്യട്ടെ വിചാരിച്ച് ഞാനും തന്നെ വിട്ടുകൊടുത്തു. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് വിട്ട എന്തെങ്കിലും പണി കിട്ടും അവർ. അതാണ്, ചെടികളോ എന്തെങ്കിലുമൊക്കെ മറിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി. മക്കളല്ലേ, അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. കളിക്കണ ഇടയിൽ എന്തെങ്കിലും സൈക്കിളേറ്റോ എന്തെങ്കിലുമൊക്കെ ആയാലും ഓലൊന്നും പറയൂല, ചീത്ത പറയും വിചാരിച്ചിട്ട് ഒന്നും പറയൂല. അപ്പോൾ പിന്നെ നമ്മളവിടെ മുറ്റത്തുണ്ടാകുമ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്നും നിൽക്കില്ല. എന്തെങ്കിലും തട്ടിമറിക്കുക എന്തെങ്കിലുമൊക്കെ അയച്ച് എന്തെങ്കിലും പണി എനിക്ക് ഉണ്ടാവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരവിടെ കളിക്കട്ടെ, ഞാൻ എൻ്റെ പണിയും നോക്കട്ടെ.
മഴ ആയത് കാരണം ചെടിച്ചട്ടിയിലും ഒക്കെ നിറച്ച് പുല്ല് വരികയാണ് കേട്ടോ. ഈ മഴയും വെയിലും ഒക്കെ കൂടെ ആയിട്ട് ഇടയ്ക്ക് മഴ പെയ്യും, ഇടയ്ക്ക് വെയിലാവും. അപ്പം അങ്ങനെ നിറയെ പുല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. വൈകുന്നേരമല്ലേ ഇപ്പം ഇങ്ങനത്തെ പണിക്കൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ക്ലീൻ ചെയ്യും. രാവിലെയും ചെയ്യും കേട്ടോ, മുറ്റടിക്കാൻ ഇറങ്ങുമ്പോൾ. അപ്പോൾ രാവിലെയും ഇങ്ങനത്തെ പണികളൊക്കെ ചെയ്യും. ചെടികളെ പുല്ലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അടിച്ചു തരലും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ റോസിൽ കുറേ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളുണ്ട് കേട്ടോ. പൂ വിരിഞ്ഞതിൻ്റെ കമ്പുകളൊക്കെ ഉണങ്ങിക്കണം. മഴ ആയതുകൊണ്ട് അങ്ങനെ പെട്ടെന്നുണ്ട് ഒടിഞ്ഞു പോകില്ലല്ലോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് മുറിച്ചിടുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അതിന്മേൽന്ന് കമ്പളം പൊട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ നല്ല റോസ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. മാഷാ അല്ലാഹ്, നല്ല അടിപൊളി നല്ല വലിപ്പത്തിലുള്ള റോസുകളാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പൂതിട്ടുണ്ടായത്. കുറേ കാലത്തിന് ശേഷം ഇപ്പോൾ ഇവിടെ ഞാൻ വെറുതെ ഒന്ന് വെച്ച് കൊടുത്താണ് കേട്ടോ. അടുത്ത വീട്ടിലെ താത്ത തന്നപ്പോൾ ഞാൻ വെച്ചതായിരുന്നു. അപ്പോൾ അത് നല്ല പൂ കായ്ച്ചും ചെയ്തു കേട്ടോ. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പോൾ ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. കോടി കായ്ച്ചതാണ്. ഒന്നിതാ പൂട്ട് നിൽക്കണേ, ഒന്നിതാ ഉണ്ടായിക്കണ കേട്ടോ. അപ്പോൾ പിന്നെ ഞാനിതിങ്ങനെ ഉള്ളി ഇങ്ങനെ എടുക്കുമ്പോൾ എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയെടുക്കുമ്പോൾ ചെടികളൊക്കെ നോക്കാം കേട്ടോ. മുല്ലയാണ് ഞാൻ ഇപ്പോൾ നോക്കണത്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ അപ്പോൾ എൻ്റെ മോള് ചോദിക്കുക, എന്താ നിങ്ങൾ എടുക്കണത്, എനിക്ക് കൊടുക്കാൻ തരികയായിരുന്നു കണ്ട് ഇങ്ങനെ പറയണ്ട. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുക്കണം അവളോട്, ഇതിമത്തെ കമ്പാണ് എടുക്കണത്, ഈ ഉണങ്ങിയത് അല്ലെങ്കിൽ ഒന്നുമല്ല. അപ്പോൾ നിങ്ങളെന്താ അങ്ങനെ എടുക്കണം, ഇനി എടുക്കാനായിക്കി എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ കരിയാണ് കേട്ടോ. കരിൻ്റെതായപ്പോൾ ഞാൻ പിന്നെ വല്ലാതെ എടുക്കാത്തതാണ്. പിന്നെ അടുത്ത വീട്ടിലത്തെ സൗണ്ടും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മ്യൂട്ടാക്കിയതാണ് കേട്ടോ. എന്നിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുത്തതാണ്. പിന്നെ ആശിമ പറഞ്ഞു ഇന്നൊന്ന് വട്ടം കറക്കി തരി പറഞ്ഞപ്പോൾ അങ്ങനെ സ്കേറ്റിംഗ് ഷൂമ്മൽ അപ്പോൾ അങ്ങനെ പിടിച്ച് വട്ടം കറക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.